മധ്യകാല ഇന്ത്യ കണ്ട അതിശക്തനായ ഭരണാധികാരിയും പടത്തലവനുമായിരുന്നു ഷെർഷാ. ബാബർ നിർമ്മിച്ച മുഗൾ സാമ്രാജ്യത്തെ തകർത്തെറിഞ്ഞ ഷെർഷാ ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന യാതൊരു പിൻബലവുമില്ലാതെ സ്വന്തം ശക്തി കൊണ്ട് മുഗളരെ നേരിട്ട ഷെർഷാ 16-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഉത്തരേന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന സൂർ രാജവംശത്തിൻ്റെ സ്ഥാപകനാണ് ഷെർഷാ സൂരി. 1540-ൽ മുഗൾ ചക്രവർത്തിയായ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ ശേഷം സൂർ രാജവംശത്തിൻ്റെ സ്ഥാപകനായി. ഫരീദ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. 1486-ൽ ബീഹാറിലെ സസാറയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അക്ബറിൻ്റെ പാത പിന്തുടർന്നു. ഇന്ത്യയിലെ രണ്ടാം അഫ്ഗാൻ സാമ്രാജ്യമാണ് സൂർ സാമ്രാജ്യം. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് കരുത്തുറ്റ സാമ്രാജ്യം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു വേട്ടയ്ക്കിടെ അദ്ദേഹം ഒരു സിംഹത്തെ കൊല്ലുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഷെർഷാ എന്ന പേര് വന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ട ബഹർഖാൻ അദ്ദേഹത്തെ ഡെപ്യൂട്ടിയായി നിയമിച്ചു. ബാബറുടെ കീഴിൽ ഉദ്യോഗം സ്വീകരിച്ചു. മുഗളരുടെ ഭരണ സംവിധാനത്തെക്കുറിച്ചും സൈനിക ഘടനയെക്കുറിച്ചും അദ്ദേഹം മനസ്സിലാക്കി. അഫ്ഗാൻ പ്രഭുക്കന്മാർ ഷെർഷയെ വധിക്കാൻ ശ്രമം നടത്തി. അദ്ദേഹം സൗത്ത് ബീഹാറിൻ്റെ ഭരണാധികാരിയായി. അഫ്ഗാനികൾക്ക് മുഗളരോടുള്ള വൈരാഗ്യം അദ്ദേഹം മുതലെടുക്കുകയാണ് ഉണ്ടായത്. ഷെർഖാൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു. ഒരു സൈന്യത്തെ ഒരുക്കി മുഗളരെ പുറത്താക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഹുമയൂൺ ചക്രവർത്തിയായപ്പോൾ അതിനുള്ള അവസരം ഒരുങ്ങി. അദ്ദേഹം ചുനാർ കോട്ട ആക്രമിച്ചു. സൗത്ത് ബീഹാർ ഷെർഖാൻ്റെ കീഴിൽ വന്നു. 1534 നടന്ന യുദ്ധത്തിൽ ഷെർഖാൻ വമ്പിച്ച വിജയം നേടി. ബംഗാളിനെ ആക്രമിച്ചു. ചൗസ യുദ്ധത്തിൽ ഹുമയൂൺ പരാജയപ്പെട്ടു. 1539 നടന്ന യുദ്ധത്തിൽ അഫ്ഗാൻ പ്രഭുക്കന്മാരുടെ സഹായത്തോടെ കിരീടധാരണം നടത്തി. ബംഗാളിൻ്റെയും ബീഹാറിൻ്റെയും നായകനായി. 1540-ൽ കനൗജിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഹുമയൂൺ പരാജയപ്പെട്ടു. ആഗ്ര, അജ്മീർ എന്നിവ കൈവശം വന്നു. ഒരു പുതിയ സാമ്രാജ്യം സൃഷ്ടിക്കപ്പെട്ടു. മികച്ച ഭരണം കൊണ്ടുവന്നു. ബംഗാളിനെ പല ജില്ലകളാക്കി വിഭജിച്ചു. 1540-ൽ ഗുജറാത്ത് കീഴടക്കി. 1541-ൽ മുൾട്ടാൻ കീഴടക്കി. പിന്നീട് സിന്ധ് കീഴടക്കി. 1543-45-ൽ മേവാർ, മാർവാർ മേഖലകൾ കീഴടക്കി. കലിഞ്ചർ കോട്ട കീഴടക്കി. 1545-ൽ സൈന്യത്തിൽ റോക്കറ്റ് കൊണ്ടുവന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് പൊള്ളലേൽക്കുകയാണ് ഉണ്ടായത്. കോട്ട കീഴടക്കിയതോടെ അദ്ദേഹം മരണപ്പെട്ടു. പ്രതിസന്ധികളെ നേരിട്ട് മികച്ച വിജയം നേടിയൊരു ഭരണാധികാരിയായിരുന്നു ഷെർഷാ.